ഹിപ്നോട്ടിസം എന്ന് കേൾക്കുമ്പം ശരിക്കും എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? നല്ല നീളമുള്ള ഒരു ചെയിനിൽ ഒരു വാച്ച് ഘടിപ്പിച്ചിട്ട് അത് ആട്ടിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തനെ പോലെ സംസാരിക്കുന്ന ഒരു ഡോക്ടർ, അതുമല്ലെങ്കിൽ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കുന്ന മജീഷ്യൻ. ആ മജീഷ്യൻ്റെ മുൻപിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ചാളുകളെ അയാൾ സെലക്ട് ചെയ്യുന്നു. അവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, ഡാൻസ് ചെയ്യിപ്പിക്കുന്നു, കോഴിയെപ്പോലെ കൂവിക്കുന്നു. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ മറന്നു പോകട്ടെ എന്ന് പറയുമ്പോൾ അത്ഭുതം, അവർക്ക് അവരുടെ പേര് പറയാൻ സാധിക്കുന്നില്ല. അവർക്ക് ഒരുപക്ഷെ ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒന്ന് വിരൽ ഞൊടിക്കുമ്പോൾ മറ്റൊരു അത്ഭുതം, മറന്നുപോയ പേരും അഡ്രസ്സും ഒക്കെ തത്ത പറയുന്നത് പോലെ അവർ പറയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നതാണോ ഹിപ്നോട്ടിസം? അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ സകല രഹസ്യങ്ങളും അയാൾക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കില്ലേ? അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലുകൾ, അയാളുടെ പാസ്വേഡുകൾ, അയാളുടെ ജീവിതത്തിലെ പേഴ്സണലായിട്ടുള്ള പല സംഭവങ്ങളും അയാൾക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. ഇത് ഒരു വലിയ കളവാണ്. ഹിപ്നോട്ടിസം ഇതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഹിപ്നോട്ടിസം. ഹിപ്നോട്ടിസം ഒരു ശാസ്ത്രമാണ്. അത് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപയോഗിച്ച് നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓഡിയൻസിനെ പേടിയായിരിക്കും, സ്റ്റേജിൽ പോയി നിന്ന് സംസാരിക്കാൻ ഭയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടാക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അടക്കാനാവാത്തത്ര ആങ്സൈറ്റി ഉണ്ട്, എല്ലാത്തിനോടും ഭയമാണ്, നിങ്ങൾക്കൊന്നിനും വിജയിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഫോബിയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹിപ്നോട്ടിസം നിങ്ങളെ സഹായിക്കും. ഹിപ്നോട്ടിസത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള അനേകം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള പല സെലിബ്രിറ്റീസും പെടും. ഇതേ ഹിപ്നോട്ടിസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സർജന് അനസ്തേഷ്യ ഒന്നും തന്നെ കൊടുക്കാതെ അയാളുടെ രോഗിയെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, സർജറി ചെയ്യാൻ സാധിക്കും. വിരാട് കോഹ്ലി അതിമനോഹരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കവർ ഡ്രൈവ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ശക്തമായിട്ടുള്ള ഒരു പരിശീലനമുണ്ട്, മനസ്സിൻ്റെ പരിശീലനം. ഇത് വിരാട് കോഹ്ലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വിരാട് കോഹ്ലിയുടെ കേസിൽ മാത്രമല്ല, അത്തരത്തിൽ അനേകം റിയൽ ലൈഫ് കേസുകളുണ്ട്. ഇന്ന് നമ്മൾ ഹിപ്നോട്ടിസത്തിൻ്റെ ശാസ്ത്രത്തെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ മിത്തുകളെയല്ല. എന്തെങ്കിലും മിത്തുകളുണ്ടെങ്കിൽ ആ മിത്തുകളെ പൊളിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഹിപ്നോട്ടിസം അത് നമ്മുടെ ബ്രെയിനിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സൂപ്പർ പവറാണ്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, നമ്മൾ മിക്ക ആളുകളും ഈ അത്ഭുതകരമായിട്ടുള്ള ശക്തിയെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അടക്കാനാവാത്തത്ര വേദനകളുണ്ട്. ശാരീരികമായിട്ടുള്ള വേദനകൾ മാത്രമല്ല, മാനസികമായിട്ടുള്ള വേദനകൾ. ഒരു കാലത്ത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരായിരുന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടില്ല. ഒരുപക്ഷെ മരണമടഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് അവരെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം. ആ വേദനയൊക്കെ നമ്മളെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു സവിശേഷ ശക്തി നമ്മുടെ തലച്ചോറിനുണ്ട്. വേദനകളെ മറക്കാൻ വേണ്ടി മാത്രമല്ല, മോശമായിട്ടുള്ള ഒരുപാട് ദുശീലങ്ങൾ കാരണം നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ മറികടക്കാനും ഹിപ്നോട്ടിസം നമ്മളെ സഹായിക്കും. എല്ലാ മനുഷ്യരെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയില്ല. അത് ആ മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടല്ല. ചിലർ പറയാറുണ്ട്, ഞാൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്, എനിക്ക് നല്ല വിൽ പവർ ഉണ്ട്, അതുകൊണ്ട് ആർക്കും എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയില്ലെന്ന്. എന്നാൽ അത് വസ്തുതാവിരുദ്ധമാണ്. ഇതിൻ്റെ കാരണം ജെനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നേട്ടം കൊണ്ടോ അല്ല, നമ്മുടെ DNA കോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുമോ? എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുമോ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. കാരണം ഈ വീഡിയോയിൽ ഞാനൊരു ഐ റോൾ ടെസ്റ്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വെറും 5 സെക്കൻഡിൽ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. റെഫറൻസുകളെല്ലാം പതിവ് പോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ക്ലിനിക്കൽ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റേജിൽ മജീഷ്യൻ നടത്തുന്ന ഹിപ്നോട്ടിസത്തെക്കുറിച്ച് പറയാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്റ്റേജിൽ നടത്തുന്ന ഹിപ്നോട്ടിസത്തിൻ്റെ നേരെ വിപരീതമാണ് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം. സ്റ്റേജിൽ നടത്തുന്ന ഹിപ്നോട്ടിസത്തിൽ മജീഷ്യൻ കുറേ വോളണ്ടിയേഴ്സിനെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് ട്രിക്ക് പരീക്ഷിക്കാനായിട്ട്.
കുറേ പേര് എഴുന്നേറ്റു എന്ന് കരുതുക. അങ്ങനെ എഴുന്നേൽക്കുന്ന എല്ലാവരെയും ആ ട്രിക്കിന് വേണ്ടി മജീഷ്യന് വിളിക്കാൻ സാധിക്കില്ല. അയാൾ ഓരോരുത്തരോടായിട്ട് സംസാരിക്കും. വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുന്നത് പോലാണ് നമുക്ക് തോന്നുക. എന്നാൽ കാഷ്വലായിട്ടുള്ളൊരു സംസാരമല്ല. അവരെല്ലാം പരിശോധിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ നാണക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സംശയത്തോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അത്ര എനർജി ഒന്നുമില്ലാതെ കാഷ്വലായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അവരെ ആരും അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിക്കില്ല. പകരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന, നന്നായി സംസാരിക്കുന്ന ആളുകളെ അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിക്കും. കാരണം അവരൊക്കെ എക്സ്ട്രോവേർട്സ് ആണ്. സ്വാഭാവികമായിട്ടും നാച്ചുറലി അവർക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, അല്ലെങ്കിൽ അതവരുടെ DNA-യിൽ കൊത്തിവെച്ചതാണ്. അങ്ങനെയുള്ള എക്സ്ട്രോവേർട്സിനെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചന്ദ്രൻ ചേട്ടനെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത് കരുതുക. വളരെ എനർജറ്റിക്കാണ്. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും. ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിലും മിടുക്കനാണ്. ചന്ദ്രൻ ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ചന്ദ്രൻ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ കോഴിയെപ്പോലെ സംസാരിക്കാൻ കഴിയും. കോഴി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ ചന്ദ്രൻ ചേട്ടന് 2 ചോയ്സുകളാണ് കിട്ടുക. ഒന്നെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ സംസാരിക്കുക. അതുമല്ലെങ്കിൽ കോഴിയെപ്പോലെ ശബ്ദം ഉണ്ടാക്കുക. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക എന്തായിരിക്കും? ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്നത് ഫണ്ണാണ്. അവിടെ കോഴിയെപ്പോലെ ചന്ദ്രൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ കാണുന്ന കാണികൾക്ക് അത്ഭുതമുണ്ടാകും. കുറേ പേരൊക്കെ ചിരിക്കും, കൈയടിക്കും. അത്തരത്തിലുള്ള കൈയടികളും ചിരിയുമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എക്സ്ട്രോവേർട്ടുകൾ. നമ്മുടെ ചന്ദ്രൻ ചേട്ടനും അത്തരത്തിലുള്ള ഒരു എക്സ്ട്രോവേർട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും 2ാമത്തെ ചോയ്സ് ആയിരിക്കും സ്വീകരിക്കുക. അദ്ദേഹം കോഴിയെപ്പോലെ ഉറക്കെ കൂവും. അത് കേട്ട് ആളുകൾ ആർത്ത് ചിരിക്കും. ഇനി നമുക്ക് ഒരു ക്ലിനിക്കിൽ നടക്കുന്ന ഹിപ്നോട്ടിസത്തിലേക്ക് വരാം. ഇത് സ്റ്റേജിൽ നടന്ന മജീഷ്യൻ്റെ ട്രിക്കിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. കാരണം ഇവിടെ കാണാനോ കൈയടിക്കാനോ അത്ഭുതപ്പെടാനോ ആരും തന്നെ ഇല്ല. ആ ഒരു ചെറിയ മുറിക്കകത്ത് 2 പേർ. ഒരാൾ ഡോക്ടറാണ്, 2ാമത്തെ ആൾ ഒരു പേഷ്യൻ്റാണ്. അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആങ്സൈറ്റി ആയിരിക്കാം പ്രശ്നം, അടക്കാനാവാത്ത മാനസിക വേദനകളായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള വേദനകളുമാകാം പ്രശ്നം. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഓഡിയൻസിലേക്ക് ഇവിടെ ഒരു രീതിയിലും ശ്രദ്ധ പോകുന്നില്ല. ശ്രദ്ധ പോകുന്നത് ആ പേഷ്യൻറ്റിലേക്ക് മാത്രമാണ്. ആരുടെ ശ്രദ്ധയാണ് പോകുന്നത്? ആ ഡോക്ടറിൻ്റെ ശ്രദ്ധയാണോ? അല്ല. ഡോക്ടർ അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ട് ഡോക്ടറിന് മാത്രമേ പ്രയോജനമുള്ളൂ. ഇവിടെ പ്രയോജനം കിട്ടേണ്ടത് ആ പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിൻ്റെ ശ്രദ്ധ പോകുന്നത് ആ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ്. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് എന്തെങ്കിലും സില്ലിയായിട്ടുള്ളൊരു കാര്യമല്ല, എന്തെങ്കിലും മാജിക് ട്രിക്കുമല്ല, മറിച്ച് ന്യൂറോ സയൻസ് ആണ്. ഹിപ്നോട്ടിസം നടക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ MRI ഒന്ന് എടുത്ത് പരിശോധിക്കാം. തലച്ചോറിൽ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കണ്ടറിയാം. തലച്ചോറിൽ നടക്കുന്ന ഓരോ മാറ്റവും നമുക്ക് കാണാം. ഹിപ്നോട്ടിസത്തിൻ്റെ ഓരോ ലെവലും മുന്നോട്ട് പോകുമ്പോൾ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചലനം നടക്കുന്നത് നമുക്ക് കാണാം. ഗിയറിൻ്റെ വീൽ എങ്ങനെയാണോ കറങ്ങുന്നത്, അത്തരത്തിൽ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന അനേകം ഗിയറുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനങ്ങളെല്ലാം അവിടെ നടക്കുന്ന ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സർജിക്കൽ ബ്ലേഡ് പോലും ഉപയോഗിക്കാതെ, രക്തം ചീന്താതെ, മുറിവുണ്ടാക്കാതെ അവിടെ ശരിക്കും നടക്കുന്നത് ഒരു സർജറി തന്നെയാണ്. നിങ്ങളുടെ തലച്ചോർ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് കരുതുക. തലച്ചോറ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ സ്മാർട്ട് ഫോണിലെ ഓരോ ആപ്പുകളും ഉപയോഗിക്കുന്നതാണെന്ന് കരുതുക. നിങ്ങളതിൽ മെയിൽ എടുക്കുന്നു, മെയിൽ അയക്കുന്നു, അതുപോലെ ഫേസ്ബുക്കിൽ കയറുന്നു, വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു, യൂട്യൂബിൽ കയറുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ അയക്കുന്നു. അങ്ങനെ നിങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്ലിനിക്കൽ ഹിപ്നോട്ടിസം അത് ആപ്പുകൾ ഉപയോഗിക്കുന്നതല്ല. അത് ശരിക്കും ഒരു ഡെവലപ്പർ മോഡാണ്. അവിടെ ആപ്പുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണ്ട ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ആ മാറ്റങ്ങളിലൂടെ ആപ്പുകളുടെ പ്രവർത്തനം തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. പല തകരാറുകളും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ ആപ്പുകൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പലർക്കും ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ മുമ്പിൽ പോയിരിക്കാൻ ഭയമാണ്. ഹിപ്നോട്ടിസ്റ്റ് ഒന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ സോംബികളെ പോലെ കണ്ണ് മുകളിലേക്ക് കയറിപ്പോകും. പിന്നെ വെള്ള നിറം മാത്രം. ഡോക്ടർ എന്തൊക്കെ പറയുന്നോ ആ കാര്യങ്ങളൊക്കെ ഒരു അടിമയെ പോലെ ചെയ്യേണ്ടി വരും.
ഡോക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല രഹസ്യങ്ങളും ചുരണ്ടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് അപ്പാടെ തെറ്റാണ്. അപ്പാടെ തെറ്റാണെന്ന് പറയുന്നത് ഞാനല്ല, ഈ മേഖലയിൽ തന്നെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു ഗവേഷകനായ ഡോക്ടർ ഡേവിഡ് സ്പൈജലാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകനാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഡോക്ടറിന് ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലെന്നാണ്. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിനെ കൊണ്ട് പേഷ്യൻറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ജീവിതം ഒരു വണ്ടിയാണെന്ന് കരുതുക. ആ വ്യക്തിയാണ് ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചിരിക്കുന്നത്, ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ആ വ്യക്തിയാണ്. ഡോക്ടർ ഒരിക്കലും ആ വ്യക്തിയെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് സ്വയം ഇരുന്ന് ഓടിക്കില്ല. പക്ഷേ ആ ഡോക്ടർ ആ വാഹനത്തിലെ GPS സിസ്റ്റമായിട്ട് പ്രവർത്തിക്കും. നമുക്ക് പോകേണ്ട ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഒന്നുകിൽ വീടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കാം. ആ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കാം. എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് നമുക്കറിയാം. എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലുള്ള GPS സിസ്റ്റം ആയിരിക്കും. ആ GPS സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് യഥാർത്ഥ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. വണ്ടി ഓടിച്ചത് മുഴുവനും പേഷ്യൻ്റാണ്, എന്നാൽ അങ്ങനെ വണ്ടി ഓടിക്കാൻ ആ പേഷ്യൻറ്റിനെ സഹായിച്ചത് ഡോക്ടറാണ്. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ ഒരിക്കലും നിങ്ങൾ ഒരു മജീഷ്യനായിട്ട് കാണരുത്, ഒരു ജിം ഇൻസ്ട്രക്ടറായിട്ട് കാണാം. നിങ്ങളൊരു ജിമ്മിൽ പോകുന്നു, ആ ജിമ്മിലൊരു ജിം ഇൻസ്ട്രക്ടർ കാണും. ആ ജിം ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ തരും. നിങ്ങൾ ആ അത്രയും ഭാരമുള്ള ഡമ്പൽ എടുക്കരുത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറഞ്ഞ ഭാരമുള്ള ഡമ്പലാണ് നല്ലത്. ആ ഡമ്പൽ ഇങ്ങനെയാണ് മുകളിലേക്ക് ഉയർത്തേണ്ടത്, കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുക, ഇത് ആവർത്തിക്കുക. ഇന്നിനിപ്പോൾ ഡമ്പൽ ഉപയോഗിക്കേണ്ട, ഇന്ന് നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യൂ, നിങ്ങൾ ചെസ്റ്റിനടിക്കൂ, അതുമല്ലെങ്കിൽ ലെഗ്സിനടിക്കൂ. ഇങ്ങനെ പല പല നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ജിം ഇൻസ്ട്രക്ടറിന് ഭാരം എടുക്കാൻ സാധിക്കില്ല. ജിം ഇൻസ്ട്രക്ടർ പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യൂ. നിങ്ങൾക്കതുകൊണ്ട് ഒരു രീതിയിലുള്ള മസിലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിസ്റ്റിൻ്റെ കേസും. ഹിപ്നോട്ടിസ്റ്റ് സ്വയം ഒരു രീതിയിലും കൺട്രോൾ ചെയ്യുന്നില്ല. അദ്ദേഹം നിങ്ങൾക്ക് ഓരോരോ ഗൈഡൻസ് തരികയാണ്. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങൾ പാട്ട് കേൾക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 10ാമത്തെ വയസ്സിലേക്ക് പോവുകയാണ്, നിങ്ങൾ അതിമനോഹരമായിട്ടുള്ള ഒരു പുഷ്പത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളെ പല രീതിയിലും എക്സൈറ്റ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും, ഒരു ജിം ഇൻസ്ട്രക്ടറിനെ പോലെ. ശരിക്കും എന്താണ് ഒരു ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്നത്? ഹിപ്നോട്ടിസത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമുക്കൊരു വേദന മറക്കാൻ സാധിക്കുന്നത്? നമ്മുടെ പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എങ്ങനെയാണ് ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഞാനൊരു അനാലജി പറയാം, ടെലിഫോട്ടോൺ ലെൻസ് അനാലജി. നമ്മളുടെ എല്ലാവരുടെയും കണ്ണുകൾ അത് വൈഡ് ആംഗിൾ കണ്ണുകളാണെന്ന് കരുതുക. അതായത് നമ്മുടെ തലച്ചോറ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സകലതും ഡിഫോൾട്ട്ലി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തൊരു ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളറിയും. അപ്പുറത്തൊരു ഗ്ലാസ് താഴെ വീണ് കഴിഞ്ഞാൽ അത് നമ്മളറിയും. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളറിയും. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഡിഫോൾട്ട് മോഡാണ്. എല്ലാവരിലും ഈ മോഡ് എപ്പോഴും ഉണ്ട്. എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മിക്ക സമയങ്ങളിലും ഈ ഒരു മോഡിൽ തന്നെയായിരിക്കും നമ്മൾ. എന്നാൽ നിങ്ങൾ ഹിപ്നോട്ടിസത്തിന് വിധേയമാകുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക ലെൻസ് ധരിക്കുന്നുണ്ട്, ഒരു ടെലിഫോട്ടോൺ ലെൻസ്. ആ ലെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. ആ ലെൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആയിരുന്നു, അതിലെല്ലാം കാണാമായിരുന്നു. എന്നാൽ ടെലിഫോട്ടോൺ ലെൻസ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം കാണില്ല. അത് വളരെയധികം സൂം ചെയ്ത് ഒരു പ്രത്യേക ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ കാണുക. ഉദാഹരണത്തിന് നിങ്ങളുടെ മുൻപിൽ ഒരു പുസ്തകമുണ്ട്, കൂടാതെ തൊട്ടടുത്ത് ഉച്ചത്തിൽ ഒരു TV പ്രവർത്തിക്കുന്നുണ്ട്, അടുത്തൊരാൾ ഉറക്കെ ചിരിക്കുന്നുണ്ട്, കുറേ അധികം ആളുകൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബുക്കിലുള്ളത് മാത്രമല്ല സാധാരണഗതിയിൽ കാണാൻ കഴിയുന്നത്, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ ടെലിഫോട്ടോൺ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുവട്ടത്ത് നടക്കുന്നതൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ മുമ്പിൽ ആ ഒരു പുസ്തകവും ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളും മാത്രം. ഒരു വസ്തുവിനെ നമ്മൾ വൈഡ് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും.
ടെലിഫോട്ടോൺ ലെൻസ് ധരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരൊറ്റ പ്രശ്നം മാത്രം, അല്ലെങ്കിൽ ഒരൊറ്റ വസ്തു മാത്രം. ആ ഒരൊറ്റ വസ്തുവിനെ മാത്രം കാണുമ്പോൾ മുമ്പൊരിക്കലും അതിൽ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ മികച്ച ക്ലാരിറ്റിയിൽ കാണാൻ കഴിയും. ഹിപ്നോട്ടിസത്തിൽ ഇതിനെയാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിക്ക ദിവസങ്ങളിൽ നടക്കുന്നൊരു സംഭവമാണ്. നാച്ചുറലി എല്ലാവരിലും ഹിപ്നോട്ടിസം നടക്കുന്നുണ്ട്. എന്നാൽ വേറൊരു ഡോക്ടറിൻ്റെ സഹായത്താൽ എല്ലാവരിലും അത് സാധിക്കത്തില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നൊരു വഴി, ഉദാഹരണത്തിന് നിങ്ങൾ ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പോവുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കാർ നിങ്ങൾ ഓടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. കുറേ അധികം നേരം കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ട്രാഫിക് സിഗ്നലിൻ്റെ മുമ്പിലെത്തി. ചുവപ്പ് ലൈറ്റ് കത്തി. നിങ്ങൾ അവിടെ വാഹനം നിർത്തിയിട്ടു. എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, കഴിഞ്ഞ 15 മിനിറ്റിനുള്ളിൽ എന്താണ് ശരിക്കും നടന്നതെന്ന്, എങ്ങനെയാണ് നിങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിയതെന്ന്. മിക്കപ്പോഴും നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം വാഹനം ഓടിച്ചപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റു പലയിടത്തുമായിരുന്നു. ഒരുപക്ഷെ അന്ന് വൈകുന്നേരം കഴിക്കാൻ പോകുന്ന എന്തെങ്കിലും ഭക്ഷണത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും നമ്മളെ കളിയാക്കിയതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും സംഭവത്തെക്കുറിച്ചായിരിക്കാം. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാഹനം ഓടിച്ചപ്പോൾ ഒരു രീതിയിലുള്ള മിസ്റ്റേക്സും വരുത്തിയിട്ടില്ല. ട്രാഫിക് നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു. പക്ഷേ കഴിഞ്ഞ 15 മിനിറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ഓർമ്മയിലില്ല. കാരണം ആ സമയത്ത് നിങ്ങളൊരു ഹിപ്നോട്ടിക് മോഡിലായിരുന്നു. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പല ചിന്തകളുണ്ടായി. ആ ചിന്തകൾ കാരണം അപകടം സംഭവിക്കേണ്ടതാണ്. പക്ഷേ ബ്രെയിൻ സ്വാഭാവികമായിട്ടും നാച്ചുറലി ഒരു ഹിപ്നോട്ടിക് മോഡിലേക്ക് പോയി. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ ആ ട്രാഫിക് സിഗ്നൽ വരെ നിങ്ങളെ എത്തിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വരെ എത്തും. വീടിൻ്റെ മുൻപിലെത്തിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, എങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്? ഇതിനു മുമ്പ് എന്തൊക്കെ വാഹനങ്ങളാണ് ഞാൻ കടന്നു പോയത്? ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ഹിപ്നോട്ടിസം അതൊരു മാജിക് അല്ല. അത് സ്വാഭാവികമായിട്ടും തന്നെ നമ്മുടെ തലച്ചോറിനുള്ള ഒരു പ്രത്യേക സവിശേഷതയാണ്, ഒരു സൂപ്പർ പവറാണ്. നമുക്ക് ന്യൂറോ സയൻസിലേക്ക് മടങ്ങി വരാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസത്തിന് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ MRI പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു ലൈവായിട്ട്. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആ വ്യക്തിയുടെ ഡോർസൽ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സിൽ നടക്കുന്നുണ്ട്. വളരെ വലിയൊരു പേരാണല്ലോ. ഇനി തുടർന്ന് ആ പേര് ഞാൻ പറയുന്നില്ല, കൺഫ്യൂഷനാകും. നമുക്ക് അലാം സിസ്റ്റം എന്ന് വിളിക്കാം. തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അടങ്ങിയിട്ടുള്ള അലാം സിസ്റ്റം. ആ അലാം സിസ്റ്റത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ഹിപ്നോട്ടിസം നടക്കുന്ന സമയത്ത്. ഈ അലാം സിസ്റ്റമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ചൊറിച്ചിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ മനസ്സിലാക്കി നിങ്ങളോട് പറയുന്നത്, നിൻ്റെ കാല് ചൊറിയുന്നു, പോയി ചൊറിയടാന്ന്, അല്ലെങ്കിൽ നിൻ്റെ പുറം ചൊറിയുന്നു, ഒന്ന് ചൊറിയടാന്ന്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു, ഒരു വാട്സപ്പ് മെസ്സേജ് വരുന്നു. അപ്പോഴും നിങ്ങളെ വിളിച്ച് കാണിക്കുന്നത് ഇതേ അലാം സിസ്റ്റമാണ്. നിൻ്റെ ഫോണിൽ ആരോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് എടുത്ത് നോക്ക്. അപ്പുറത്തൊരു ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഇവൻ തന്നെ നമ്മളോട് പറയും, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സകല കാര്യങ്ങളെയും പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അലാം സിസ്റ്റം. നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമാണ്. കുറേയധികം സാഹചര്യങ്ങളിൽ ഈ അലാം സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നാലെ മറ്റൊരു മൃഗം നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അത് നമുക്കറിയാൻ സാധിക്കണം. ആരാണിത് നമ്മളോട് പറഞ്ഞു തരുന്നത്? അത് നമ്മുടെ അലാം സിസ്റ്റമാണ്. ഒരു വ്യക്തിയിൽ ഹിപ്നോട്ടിസം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ അലാം സിസ്റ്റം കാര്യമായിട്ട് പ്രവർത്തിക്കുന്നേയില്ല. അത് നിശബ്ദമാണ്. അതായത് ഒരു വ്യക്തി ഹിപ്നോട്ടിസത്തിന് വിധേയമാകുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റുവട്ടത്തുള്ള സകല വോള്യവും കുറയ്ക്കപ്പെടുന്നു. നമ്മുടെ ഭൂമിയുടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ ശബ്ദം കുറച്ചധികം നേരത്തേക്ക് മ്യൂട്ട് ചെയ്യുന്നു. നമുക്കൊരൊറ്റ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഒരൊറ്റ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പല ഡീറ്റെയിലുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അലാം സിസ്റ്റം നമുക്ക് കുറേ ദ്രോഹങ്ങളും ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേ അലാം സിസ്റ്റം തന്നെ നിങ്ങളോട് പറയും,
പോക്കറ്റിൽ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഒരെണ്ണം എടുത്ത് വലിക്കാൻ. അല്ലെങ്കിൽ പറയും ആ കാണുന്ന കടയിൽ ഒരു സിഗരറ്റ് കിട്ടും, പോയി മേടിച്ച് വലിക്കാൻ. നിങ്ങളുടെ പല ദുശീലങ്ങൾക്കും പിന്നിലുള്ള കാരണക്കാരൻ ഇതേ അലാം സിസ്റ്റമാണ്. ഇവനാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഓരോന്നും ചെയ്യാൻ. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രധാനപ്പെട്ട വില്ലൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറ്റക്കാരൻ നിങ്ങളല്ല, അത് ഈ അലാം സിസ്റ്റമാണ്. നിങ്ങളുടെ കാമുകി നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്ന് കരുതുക, അല്ലെങ്കിൽ ഭാര്യ മറ്റൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് കരുതുക. നിങ്ങൾ ആ സമയത്ത് സിനിമയൊക്കെ കണ്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഈ വാർത്തയൊക്കെ അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിഷമിക്കണം, നിങ്ങളൊന്ന് പൊട്ടിക്കരയണം, വേണമെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. ആരാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? ഇതൊക്കെ ചിന്തിപ്പിക്കുന്നത് അലാം സിസ്റ്റമാണ്. നിങ്ങൾ റിലാക്സ് ചെയ്ത് നല്ലൊരു കോമഡി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വാർത്ത കേൾക്കുന്നു. അപ്പോൾ ആ അലാം സിസ്റ്റം നിങ്ങളോട് പറയും, നീ എന്തിനാണ് സന്തോഷിക്കുന്നത്? നീ എന്തിനാണ് ഇപ്പോൾ ചിരിക്കുന്നത്? നിൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ നിൻ്റെ കാമുകി നിന്നോട് ബ്രേക്കപ്പ് ചെയ്ത് പോയി, അല്ലെങ്കിൽ നിൻ്റെ അമ്മ മരിച്ചുപോയി, അതുമല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ നിന്നെ ചീത്ത വിളിച്ചു. ഇപ്പോൾ നീ കരയുകയാണ് ചെയ്യേണ്ടത്. ഇനിയുള്ള കുറേയധികം കാലം നീ കരയണം. കരഞ്ഞില്ലെങ്കിലും നിനക്ക് ആങ്സൈറ്റി ഉണ്ടാകണം, നിനക്ക് ഭയമുണ്ടാകണം, വെളിയിലിറങ്ങാൻ പോലും തോന്നരുത്. കയ്യിൽ ഒരു മുഴം കയറ് കിട്ടിക്കഴിഞ്ഞാൽ മടിക്കാതെ ആത്മഹത്യ ചെയ്യുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തി മരിച്ചു പോയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോഴും ആ വ്യക്തിയെ ഓർത്ത് പിന്നീടുള്ള കാലം മുഴുവനും നമുക്ക് വിഷമിച്ചിരിക്കാൻ സാധിക്കില്ല. നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ ചിലരെ ഇവൻ അനുവദിക്കില്ല. ഇവൻ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, അവരെ ഡിപ്രഷനിലേക്ക് കടത്തിവിടും. അങ്ങനെയാണെങ്കിൽ ഹിപ്നോട്ടിസം ഉപയോഗിച്ച് നമുക്ക് അവനെ ഒന്ന് ഡൗൺ ആക്കാം, അവനെ സൈലൻ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം. ഇവൻ ഉറങ്ങിയില്ലെങ്കിൽ ഇവനാണ് നിങ്ങളെക്കൊണ്ട് പറയിക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റില്ല, ഐ കാൺ ചേഞ്ച് മാറ്റി ഐ ക്യാൻ ചേഞ്ച് ആക്കണമെങ്കിൽ ഇവൻ ഉറങ്ങിയിരിക്കണം, ഇവനെ ഉറക്കി കിടത്തിയിരിക്കണം. ചില ആളുകൾ വലിയ രീതിയിൽ വീമ്പിളക്കും, എന്നെ ആർക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ വളരെ ഇൻ്റലിജൻ്റാണ്, എൻ്റെ IQ വളരെ വളരെ കൂടുതലാണ്, കൂടാതെ ഞാൻ വളരെയധികം കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, എന്നെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു മണ്ടനായിരിക്കും, അറിവില്ലായ്മയായിരിക്കും ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അയാളുടെ ഇൻ്റലിജൻസും ഹിപ്നോട്ടിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ അയാളുടെ ജനിതകവുമായിട്ട് ബന്ധമുണ്ട്, അയാളുടെ DNA ആയിട്ട്, അയാളുടെ ജീനായിട്ട് ബന്ധമുണ്ട്. ഗവേഷകർ പറയുന്നത് COMT ജീനിന് നമ്മുടെ ഹിപ്നോട്ടിസവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ്. ഈ ജീൻ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്, പക്ഷേ പല വേർഷനായിരിക്കും. ചില വേർഷനിലുള്ള COMT ആണുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹിപ്നോട്ടിസ് ചെയ്യാൻ സാധിക്കില്ല. COMT ജീൻ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കലായ ഡോപ്പമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്പമിൻ നമ്മുടെ അറ്റൻഷനും ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്പമിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ എത്രമാത്രം ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. വൈഡ് ആംഗിളിൽ പരിസരം കാണണോ അതോ ഒരു വസ്തുവിലേക്ക് മാക്സിമം കോൺസെൻട്രേഷനിൽ നമ്മൾ കാണണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഡോപ്പമീൻ്റെ പ്രവർത്തനമാണ്. ഡോപ്പമീനെ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് COMT ജീനാണ്, അല്ലെങ്കിൽ COMT ജീനാണ്. ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ നിറം പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നിറം പോലെയാണ്. ചില ആളുകൾക്ക് പൂച്ചക്കണ്ണായിരിക്കും. പൂച്ചക്കണ്ണുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിറം ഒരിക്കലും അതല്ലാതെ ആക്കാൻ കഴിയില്ല. കറുത്ത മുടിയുള്ള ഒരു വ്യക്തിയെ നമുക്ക് വെള്ള മുടിയോ അല്ലെങ്കിൽ ബ്രൗൺ ഹെയറോ ഉള്ള ആളാക്കി മാറ്റണമെങ്കിൽ ഡൈ ചെയ്യേണ്ടി വരും, അല്ലാതെ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് COMT ജീൻ്റെ അവസ്ഥ. അതായത് ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ലെന്നാണ്. അല്ലാതെ ഒരുപാട് നേരത്തെ ട്രെയിനിങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പരിശീലനങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ കയ്യിൽ ചില സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയുണ്ട്. എല്ലാ കുട്ടികളെയും, ഏകദേശം എല്ലാ കുട്ടികളെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. ആ കുട്ടിയുടെ COMT ജീൻ എന്താണെങ്കിലും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും ചെറിയ പ്രായത്തിൽ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കുട്ടികൾ വളർന്ന് വലുതായി മുതിർന്നവരായെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരിൽ 25% ആളുകളെ നമുക്ക് ഒരു കാരണവശാലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം COMT ജീനാണ്. ബാക്കി 75% ആളുകളുണ്ട്. അവരെ 100% ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുമെന്നല്ല, അവിടെ ഒരു റേഞ്ച് ഉണ്ട്. ചില ആളുകളെ നന്നായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും, ചില ആളുകളെ അത്രയ്ക്കങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ?
എനിക്കൊരു 5 സെക്കൻഡ് സമയം തന്നാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞു തരാം നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. മുമ്പ് പറഞ്ഞ 25%-ാണോ അതോ 75%-ാണോ നിങ്ങൾ പെടുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറയാം. അതിന് നമുക്ക് ഒരു ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ പ്രൊഫൈൽ എടുക്കാം. ഒരു ടെസ്റ്റാണ് ഐ റോൾ ടെസ്റ്റ്. നിങ്ങൾ നേരെ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൃഷ്ണമണി നേരെ മുകളിലേക്ക് ഉയർത്തുക. മാക്സിമം സ്ട്രെയിൻ എടുത്തിട്ട് തന്നെ നേരെ മുകളിലേക്ക് നിങ്ങളുടെ കൃഷ്ണമണി ഉയർത്തുക. അങ്ങനെ ഉയർത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൺപോള അടയ്ക്കുക. അങ്ങനെ അടച്ച സമയത്ത് നിങ്ങൾ എന്താണ് അവസാനം കണ്ടത്? അവസാനം കണ്ടത് മുകളിലെ ആ സീലിംഗ് ആണോ അതോ സീലിങ്ങിന് താഴേക്കുള്ള എന്തെങ്കിലും കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സീലിംഗ് മാത്രമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ആ സമയത്ത് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൺപോള അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ വളരെ മികച്ച രീതിയിൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അതൊരു പോരായ്മയല്ല, നിങ്ങളുടെ നേട്ടമാണ്. നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളെ ഹിപ്നോട്ടിസത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ആ സീലിംഗ് മാത്രമല്ല, കൺപോള അടയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൃഷ്ണമണികൾ ആ കൺപോളയോടൊപ്പം തന്നെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീലിംഗ് മാത്രമല്ല, നിങ്ങൾ നേരെ മുൻപിലുള്ള വസ്തുക്കളെയും കണ്ടിട്ടുണ്ട് കണ്ണടയ്ക്കുന്ന ആ സമയത്ത്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കാരണവശാലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആ 25%-ൽ പെടുന്നവരാണ്. ഇതിനിടയിൽ വരുന്നവരുണ്ട് 75% തന്നെ, പക്ഷേ 100% ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ ഹിപ്നോട്ടൈസ് ചെയ്യാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ സീലിങ്ങും അല്ല, അതിനല്പം താഴോട്ട് കാണാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ തന്നെ പരിശോധിക്കാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് സമയം എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ വേറൊരാളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ആ വ്യക്തിയോട് പറയുക, കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഐറിസ് അല്ലെങ്കിൽ കൃഷ്ണമണി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന്. കണ്ണടയ്ക്കുന്ന സമയത്ത് കൃഷ്ണമണി കാണുന്നില്ല, വെള്ള നിറം മാത്രമാണെങ്കിൽ നിങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഹിപ്നോട്ടിസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇതിൻ്റെ പിന്നിൽ സയൻസ് ഉണ്ട്. നമ്മളുടെ കണ്ണുകൾക്ക് നമ്മളുടെ കോൺഷ്യസ്നെസ്സുമായിട്ട് വലിയ ബന്ധമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്? കണ്ണ് തുറന്നാണോ ഉറങ്ങുന്നത്? ചിലരൊക്കെ കണ്ണ് തുറന്ന് ഉറങ്ങുമായിരിക്കും. എന്നാൽ മിക്ക ആളുകളും കണ്ണടച്ചിട്ട് തന്നെയാണ് ഉറങ്ങുന്നത്. കണ്ണടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഷ്യസ്നെസ് ഇല്ലാതെയാകും. കുറേ അധികം നേരം കണ്ണടച്ചിരുന്നാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നും നമ്മൾ മാറി ഉറക്കത്തിലേക്ക് വീണു പോകും. നിങ്ങളുടെ കൺപോളകൾ അടയുമ്പോൾ തന്നെ നിങ്ങളുടെ കൃഷ്ണമണിയും അതിനോടൊപ്പം തന്നെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിലെ ആ 2 അവയവങ്ങളെ, 2 അടുത്തടുത്തുള്ള പാർട്ടുകളെ നിങ്ങൾക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ്. രണ്ടും എപ്പോഴും ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഡിസോസിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് റിയാലിറ്റിയിൽ നിന്ന് വിട്ട് ഒരു ഹിപ്നോട്ടിസത്തിലേക്ക് സ്വാഭാവികമായിട്ട് പോകാൻ സാധിക്കും, എന്നാൽ ഒരു സ്റ്റിമുലേഷനിലൂടെ പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ക്ലിനിക്കലി ഒരു ഹിപ്നോട്ടിസം നിങ്ങൾ നടത്താൻ സാധിക്കില്ല. മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്, ഫ്ലോട്ടിംഗ് ഹാൻഡ് ടെസ്റ്റ്. പക്ഷേ അത് ചെയ്യാൻ ഒരല്പം പ്രയാസമാണ്. കാരണം അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രാൻസ് സ്റ്റേജിലെത്തണം. ട്രാൻസ് സ്റ്റേജിലെത്തണമെങ്കിൽ ഹിപ്നോട്ടിസത്തിൻ്റെ തുടക്കഘട്ടങ്ങൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. തുടക്കഘട്ടം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തിരിച്ചറിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കൈയുടെ ഭാരം നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ റിസ്റ്റ് വരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷമുള്ള നിങ്ങളുടെ കൈ ഉണ്ടല്ലോ, ഈ കൈ ഒരു ബലൂൺ പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുക. ഹീലിയം വാതകം നിറച്ചിട്ടുള്ള ഒരു ബലൂൺ. ഹീലിയം വാതകം നിറച്ച ബലൂണിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഭാരമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഭാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയെ അതിജീവിച്ച് അത് മുകളിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ട്രാൻസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ അതേ ഫീലിംഗ് ആയിരിക്കും. നിങ്ങളുടെ കൈക്ക് ഗ്രാവിറ്റി എന്ന റിയാലിറ്റി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഗ്രാവിറ്റി ഉണ്ട്, പക്ഷേ ആ ഗ്രാവിറ്റി എന്ന റിയാലിറ്റിയിൽ നിന്നും നിങ്ങൾ ഡിസ്കണക്റ്റ് ആയിരിക്കുന്നു. നമ്മുടെ തലച്ചോറിന് ഇങ്ങനൊരു പവർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൂടാ? നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കിക്കൂടാ? ഡോക്ടർ സ്പൈജൽ പറയുന്നത് അധികം ആളുകളും ഹിപ്നോട്ടിസം സ്വീകരിക്കുന്നില്ലെന്നാണ്. എന്നാൽ ഹിപ്നോട്ടിസമാണ് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പോംവഴി. ഹിപ്നോട്ടിസത്തിലേക്ക് എല്ലാവരും ഏറ്റവും അവസാനമായിരിക്കും എത്തുക. ആദ്യം പോകുന്നത് മരുന്ന് കഴിക്കാനോ സർജറി ചെയ്യാനോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ പരാജയപ്പെട്ടിട്ട് ഏറ്റവും അവസാനം മാത്രമായിരിക്കും നമ്മൾ ഹിപ്നോട്ടിസത്തിൽ എത്തിച്ചേരുക. ഹിപ്നോട്ടിസം ഒരു ശാസ്ത്രമാണെന്ന് ആദ്യം മനസ്സിലാക്കണം.
ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം, പക്ഷേ ഹിപ്നോട്ടിസം നടത്തി അതിൽ പരാജയപ്പെട്ടു പോകുമ്പോഴായിരിക്കണം നമ്മൾ ആ അഭയകേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടത്. അതും ശാസ്ത്രമാണ്, ഇതും ശാസ്ത്രമാണ്. പക്ഷേ മരുന്നുകൾക്കും സർജറികൾക്കുമൊക്കെ പല തരത്തിലുള്ള സൈഡ് എഫക്ട്സുമുണ്ട്. എന്നാൽ ഹിപ്നോട്ടിസത്തിന് അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളില്ല. ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഫാൻറ്റം ലിംബ് പെയിൻ. എന്തെങ്കിലും ഒരു അപകടത്തിലൂടെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കയ്യോ കാലോ നഷ്ടപ്പെട്ടെന്ന് കരുതുക. കയ്യോ കാലോ നഷ്ടപ്പെട്ടാലും ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആ കയ്യും കാലും അവിടെ ഉള്ള അതേ ഫീലിംഗ് ആയിരിക്കും തലച്ചോറിന്. തലച്ചോറ് ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിന് അങ്ങനെ ഒരു അറിവില്ല. കൈ നഷ്ടപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ടതായിട്ടോ ഉള്ള അറിവില്ല. തലച്ചോറ് അവിടോട്ട് നിരന്തരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പെയിൻ സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കൈയില്ലാത്ത ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൈയില്ല, പക്ഷേ അവിടെ കൈ ഉള്ളതുപോലൊരു തോന്നലുണ്ടാകും. ആ കയ്യിൽ സന്ധിവേദന അല്ലെങ്കിൽ ക്രാമ്പ് അനുഭവിക്കേണ്ടി വരും. അതിനെന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലോ കാലിലോ ക്രാമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്ധിവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു അവയവം തന്നെ അവിടെ ഇല്ലെങ്കിലോ? ആ അവയവം അവിടെ ഇല്ല, പക്ഷേ അങ്ങനെ ഒരു അവയവം ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അവിടെ നമുക്ക് സന്ധിവേദനയും അനുഭവിക്കേണ്ടി വരുന്നു. ഹിപ്നോട്ടിസ്റ്റ് എന്തായിരിക്കും ആ പേഷ്യൻറ്റിനോട് പറയുക? പേഷ്യൻറ്റിനെ ആദ്യം ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കും. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ നീളമുള്ള ചെയിൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയെ ട്രാൻസ് സ്റ്റേജിലെത്തിക്കും. അതിനുശേഷം ആ വ്യക്തിയോട് പറയും, നിങ്ങൾക്കവിടെ കൈ ഉണ്ടെന്ന്. യഥാർത്ഥത്തിലുള്ള കൈ തന്നെ ഉണ്ട്. ആ കൈയിലെ വിരലുകൾ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ വിരലുകൾ ചലിപ്പിക്കാൻ പറയും. ഓരോ വിരലുകളും ആ വിരലുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ചലിപ്പിക്കാൻ പറയും. അതിനുശേഷം പറയുക, ആ വിരലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. ആ വിരലുകളെല്ലാം റിലാക്സ്ഡ് ആണ്, വളരെ ശാന്തമായ ഒരവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ആ വ്യക്തിയുടെ തലച്ചോറ് ചിന്തിക്കുമ്പോൾ തലച്ചോറിന് അറിവ് കിട്ടും. ആ വ്യക്തിയുടെ കൈ ഇപ്പോൾ സന്ധിവേദന അനുഭവിക്കുന്നൊരു കൈയല്ല, അത് വളരെ ശാന്തമാണ്. അവിടുത്തെ മസിലുകളൊക്കെ റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു പെയിൻ സിഗ്നലും അയക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണെന്നല്ല പറയുന്നത്. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റിന് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിച്ചേക്കും, പക്ഷേ നമ്മളെക്കൊണ്ട് അത് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഉറപ്പായിട്ടും ഒരു ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റിനെ തന്നെ നേരിട്ട് കാണണം. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് പല ദുശീലങ്ങളും ഇല്ലാതെയാക്കാം. പ്രധാനമായിട്ടും പുകവലി. നിങ്ങൾ നന്നായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി പുക വലിക്കേണ്ടാന്ന്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ അലാം സിസ്റ്റം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, പോയൊരു സിഗരറ്റ് വാങ്ങിക്കടാ, ആ സിഗരറ്റ് നന്നായിട്ടൊന്ന് വലിക്കടാ. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അയാളുമായിട്ട് ആർഗ്യൂ ചെയ്യും. അത് നമ്മുടെ തലച്ചോറിൻ്റെ അലാം സിസ്റ്റവുമായിട്ട് ആർഗ്യൂ ചെയ്യും. ഇല്ല, എന്നെക്കൊണ്ട് വലിക്കാൻ പറ്റില്ല, ഞാനത് ഉപേക്ഷിച്ചു, എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനായിരുന്നു. പക്ഷേ അലാം വീണ്ടും നിങ്ങളോട് പറയും, നിങ്ങൾ എതിർക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകും. ആ തർക്കത്തിൽ മിക്കപ്പോഴും വിജയിക്കുക അലാം സിസ്റ്റമാണ്. നിങ്ങളൊരു സിഗരറ്റ് എടുത്ത് വലിക്കും. എന്നാൽ ഹിപ്നോട്ടിസത്തിലൂടെ നമുക്കത് മറികടക്കാൻ സാധിക്കും. ഹിപ്നോട്ടിസം നടത്തിയിട്ട്, അതായത് നിങ്ങൾ ട്രാൻസ് സ്റ്റേജിലെത്തിയതിന് ശേഷം നിങ്ങളോട് ഡോക്ടർ പറയും, നിങ്ങൾ വെറും ഒരു കുഞ്ഞാണെന്ന്. ഒരു 3 മാസം 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് നിങ്ങളുടെ ശരീരം. വെറും 3-4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ നാസാന്തരങ്ങളിലേക്ക് നമ്മൾ ഈ വിഷപ്പുക കടത്തിവിട്ട് കഴിഞ്ഞാലോ, സിഗരറ്റിൻ്റെ പുക കടത്തിവിട്ടാലോ, ആ കുഞ്ഞിനെ കൊണ്ട് പുക വലിപ്പിച്ചാലോ ആ കുഞ്ഞ് മരിച്ചു പോകും. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്. ഒരു കുഞ്ഞ് വേദനിക്കുന്നത് കാണുന്നത് ആർക്കും തന്നെ ഇഷ്ടമായിരിക്കില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന വളരെ വളരെ ചുരുക്കം ചില സാഡിസ്റ്റുകളുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ മിക്ക ആളുകൾക്കും കുഞ്ഞുങ്ങളോട് വലിയ കാര്യമാണ്. അവരെ സംരക്ഷിക്കാൻ ഒരു ചുമതല കിട്ടിക്കഴിഞ്ഞാൽ എന്തു വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കും. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് അല്ല വരുന്നത്, ഇവിടെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. പ്രൊട്ടക്ഷനാണ് വരുന്നതെങ്കിൽ അവിടെ ഒരിക്കലും അലാം സിസ്റ്റത്തിന് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അലാം സിസ്റ്റം വിജയിക്കും. എന്നാൽ നിങ്ങൾ ആരെങ്കിലും സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അലാം സിസ്റ്റത്തിനെ കീഴടക്കാൻ സാധിക്കും. ഹിപ്നോട്ടിസം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേടി മാറ്റാം. പലർക്കും പലതിനോടും പേടിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് MRI സ്കാൻ എടുക്കണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ഗുഹ പോലുള്ള ആ മെഷീൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ അധികം നേരം അനങ്ങാതെ ഇരിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടെങ്കിലോ,
ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾക്ക് വളരെ ഭയമാണെങ്കിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് MRI സ്കാൻ എടുക്കാൻ കഴിയുക? അങ്ങനെയുള്ള പേഷ്യൻറ്റിനോട് നിങ്ങൾ കാമായിട്ടിരിക്കുമെന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തലച്ചോറിലെ അലാം സിസ്റ്റം അതിനനുവദിക്കില്ല. ആ വ്യക്തിയെ ആദ്യം ഹിപ്നോട്ടിസത്തിലൂടെ ട്രാൻസ് സ്റ്റേറ്റിലെത്തിക്കണം. അതിനുശേഷം ആ വ്യക്തിയോട് പറയുക, നിങ്ങൾക്കൊരു വലിയ മുഴക്കം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വലിയ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അത് MRI സ്കാനിങ്ങിൻ്റെ ഒരു ശബ്ദമല്ല, മറിച്ച് അതൊരു സ്പീഡ് ബോട്ടിൻ്റെ സൗണ്ടാണ്. ആ സ്പീഡ് ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ സൗണ്ടാണ്. നിങ്ങളിപ്പോൾ ആ സ്പീഡ് ബോട്ടിലിരിക്കുകയാണ്. തുറസായ ഒരു ലേക്കിലൂടെ, ഒരു തടാകത്തിലൂടെ നിങ്ങൾ ആ സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കുന്നു. ചുറ്റുവട്ടത്തും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ സ്പീഡ് ബോട്ടുകളിലാണ്. നിങ്ങളും സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ മുഖത്തേക്ക് ശക്തമായി കാറ്റടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ മനോഹരമായ ഒരു യാത്രയിലാണ്. പിന്നീടുള്ള സമയങ്ങൾ അതൊരു 15 മിനിറ്റ് ആകാം, അരമണിക്കൂറാകാം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ തന്നെയാണ്. ആ വ്യക്തി ഒരു സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ഉണ്ട്. ഈ 15 മിനിറ്റിന് ശേഷം, അല്ലെങ്കിൽ MRI സ്കാനിംഗ് ഒക്കെ എടുത്തതിന് ശേഷം, ആ വ്യക്തിയെ വീണ്ടും തിരിച്ച് അയാളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. നല്ല പരിശീലനം കിട്ടിയ ഒരു ഹിപ്നോട്ടിസ്റ്റിന് ആ വ്യക്തിയെ വളരെ ഈസി ആയിട്ട് തന്നെ റിയാലിറ്റിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. ആങ്സൈറ്റിയിലും നിങ്ങൾക്ക് ഈ വിദ്യ ഉപയോഗിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടക്കാനാവാത്തത്ര വേദനയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ചത്രയും ഭാരമുണ്ട്. അതിനെ ഹിപ്നോട്ടിസത്തിലൂടെ എങ്ങനെയാണ് മറികടക്കുന്നത്? ആദ്യം നിങ്ങളെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമാ തിയേറ്ററിലെ ഒരു പടുകൂറ്റൻ സ്ക്രീനാണുള്ളതെന്ന്. അവിടെ ഒരു പ്രൊജക്ടറുമില്ല. പ്രൊജക്ടർ പ്രവർത്തിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് ആ സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയുക. പ്രൊജക്ടറായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരം പ്രൊജക്ടറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സകല വിഷമങ്ങളും ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങളൊരു വ്യക്തിമല്ല, കാരണം നിങ്ങളത് അനുഭവിക്കുമല്ല, നിങ്ങളൊരു കാഴ്ചക്കാരനാണ്. അങ്ങനെ വിറ്റ്നസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ഡിപ്രഷൻ, ആ ഒരു ആങ്സൈറ്റി പിന്നീട് അനുഭവിക്കേണ്ടി വരില്ല. ചിലർക്ക് വലിയ വിഷമങ്ങളുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അയാളുടെ വേണ്ടപ്പെട്ട ആളുകളോട്, അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഒക്കെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കാം. ദേഷ്യപ്പെട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് നിങ്ങൾ കേൾക്കുന്നത് ആ വ്യക്തിയുടെ മരണ വാർത്തയായിരിക്കും. ആ മരിച്ചുപോയ വ്യക്തിയെ ഒരിക്കൽ കൂടി ഒന്ന് കണ്ട് ആ വ്യക്തിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ചുറ്റുവട്ടത്തില്ല. എന്തിന്? ഈ ഭൂഗോളത്തിൽ തന്നെ ഇല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മാപ്പ് പറയാൻ സാധിക്കും? മാപ്പ് പറയാൻ സാധിക്കാതെ നിങ്ങളുടെ ജീവിതം നീറി ഇല്ലാതെയാകും. പക്ഷേ ഹിപ്നോട്ടിസത്തിലൂടെ മികച്ച ഒരു ഹിപ്നോട്ടിസ്റ്റിന് അതിൽ മാറ്റം വരുത്താം. നിങ്ങളെ ട്രാൻസ് സ്റ്റേജിലെത്തിക്കാം. അതിനുശേഷം നിങ്ങളോട് സാങ്കല്പികമായിട്ടുള്ള ആ ലോകത്തിൽ നിങ്ങളുടെ മരിച്ചുപോയ സുഹൃത്തിനെയോ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെയോ നിങ്ങൾ കാണുന്നതായിട്ട് അവർക്ക് വരുത്തി തീർക്കാം. അവരുമായിട്ട് സംസാരിക്കാം, മാപ്പ് പറയാം, പൊട്ടിക്കരയാം. അതിനുശേഷം നിങ്ങൾ റിയാലിറ്റിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ശാന്തതയായിരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. കുറേ പേരൊക്കെ പറയും ഇത് വെറും പ്ലസിബോ മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമേ ഇത് തരുത്തുള്ളെന്ന്. അങ്ങനല്ല. പ്ലസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലീഫാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ പച്ചവെള്ളം മരുന്നായിട്ട് തന്നാൽ പോലും അത് മരുന്നായിട്ട് തന്നെ നിങ്ങൾ എടുക്കും. അത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം നേരത്തേക്ക് ആശ്വാസം ഉണ്ടായിരിക്കാം. കുറച്ചധികം നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പനിയോ ജലദോഷമോ ഒക്കെ ആണെങ്കിൽ ആ പ്ലസിബോ എഫക്റ്റ് കാരണം നിങ്ങളത് തിരിച്ചറിയാതെ പോകും. പിന്നീട് പ്ലസിബോ എഫക്റ്റിൻ്റെ എഫക്റ്റ് ഇല്ലാതെയാകുമ്പോഴേക്കും നിങ്ങൾക്ക് പനി മാറിയിട്ടുണ്ടായിരിക്കും. പല രോഗങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. കാരണം നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആ രോഗമില്ലെന്നാണ്. കുറച്ച് കഴിയുമ്പോൾ റിയാലിറ്റിയിലേക്ക് തലച്ചോറ് മടങ്ങി വരും. പക്ഷേ ഹിപ്നോട്ടിസം അങ്ങനല്ല. അത് ന്യൂറൽ സയൻസ് ആണ്. നിങ്ങളുടെ തലച്ചോറിൽ ചില ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് ഒരു ബ്ലേഡും ഉപയോഗിക്കാതെ.
ചില മാറ്റങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അലാം സിസ്റ്റത്തെ ഓഫാക്കി വയ്ക്കുന്നുണ്ട്. അത് കുറച്ച് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല. നല്ലൊരു ഹിപ്നോട്ടിസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിലൂടെ ദീർഘനാളത്തേക്ക് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആശ്വാസം കിട്ടും. ഹിപ്നോട്ടിസത്തിലൂടെ നിങ്ങളുടെ പെർഫോമൻസ് മികച്ചതാക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജോലി എന്താണെങ്കിലും ആ ജോലിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കഴിവ് കൂടുതൽ മികച്ച രീതിയിൽ തെളിയിക്കാൻ സാധിക്കുമോ? ഡോക്ടർ സ്പീജൽ കേസ് സ്റ്റഡിയിലൂടെ തന്നെ ഇതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. സ്റ്റാൻഫോർഡ് സ്വിം ടീം സാങ്കല്പികമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് ടീമല്ല, സ്ത്രീകളുടെ സ്റ്റാൻഫോർഡ് സ്വിമ്മിംഗ് ടീമാണ്. ആ ടീമിലെ കോച്ച് ഒരു പ്രത്യേക പാറ്റേൺ ശ്രദ്ധിച്ചു. ഇവർ പരിശീലനത്തിന് വേണ്ടി നീന്തും, കൂടാതെ യഥാർത്ഥ ഇവൻറ്റിൽ മത്സരത്തിലും ഇവർ നീന്തും. പരിശീലന സമയത്ത് വളരെ പെട്ടെന്നായിരിക്കും ഇവർ നീന്തുക. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇവർക്ക് നീന്തി തീർക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുമ്പോൾ, യഥാർത്ഥ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവർക്ക് ആ വേഗത കിട്ടുന്നില്ല. യഥാർത്ഥ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മാത്രം ഇവരുടെ വേഗത കുറയുന്നു. പിന്നീട് നടത്തിയ അനാലിസിസിലൂടെ കോച്ചിന് ഒരു കാര്യം വ്യക്തമായി. ഇതിൻ്റെ കാരണം നോയ്സാണ്. പരിശീലനം നടത്തുമ്പോൾ അവിടെ ആരുമില്ല. എന്നാൽ യഥാർത്ഥ ഇവൻറ്റിൽ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ടി വിയിലൂടെ ആളുകൾ കാണുന്നുണ്ട്, അവിടെയുള്ള ഓഡിയൻസ് കാണുന്നുണ്ട്, എതിരാളികളുണ്ട്. എതിരാളികളെ കാണുമ്പോൾ തന്നെ ഇവരൊന്ന് പകച്ചു പോകും. ഈ എക്സ്റ്റേണലായിട്ടുള്ള നോയ്സ് കാരണം ഇവർക്ക് ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു ഹിപ്നോട്ടിസ്റ്റിനെ അവരുടെ ടീമിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. പിന്നീട് ഇവർ ഇവൻറ്റിലും പ്രാക്ടീസിലുമൊക്കെ ശ്രദ്ധിക്കുന്നത് അവരുടെ പരിസരത്തെയല്ല, ഇവർ മൊത്തം പരിസരത്തെയും മൊത്തം എൻവയോൺമെൻറ്റിനെയും ഡിസോസിയേറ്റ് ചെയ്തു. അവർക്ക് ആകെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മുൻപിലുള്ള ജലം മാത്രം. ചില അത്ലീറ്റുകളൊക്കെ ഫ്ലോ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും. അവർ മത്സരത്തിൽ നിൽക്കുമ്പോൾ, അത് ഓട്ടമാകാം, ചാട്ടമാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മത്സരമാകാം, അങ്ങനെ ആ ഓടുന്ന സമയത്ത് അവർക്ക് വേറൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവർ ഒരു ഫ്ലോ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. സമയം വളരെ പതിഞ്ഞു പോകുന്നതുമായിട്ട് അവർക്ക് തോന്നും. അത് റിയാലിറ്റി അല്ല, അത് ശരിക്കും ഹിപ്നോട്ടിസമാണ്. ഹിപ്നോട്ടിസത്തിലൂടെ റിയാലിറ്റിയിൽ നിന്ന് മാറി അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. അവർ ശരിക്കും ഒരു ട്രാൻസിലൂടെ, ഒരു ഹിപ്നോട്ടിസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. ടൈഗർ വുഡിനെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രഗത്ഭനായിട്ടുള്ള, പ്രശസ്തനായിട്ടുള്ള ഒരു ഗോൾഫ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ പരിശീലിച്ചു തുടങ്ങിയതാണ്. ഗോൾഫിൽ മാത്രമല്ല, ഗോൾഫിലെ ആ വലിയ നീളമുള്ള സ്റ്റിക്ക് പിടിക്കാൻ മാത്രമല്ല, അതൊന്ന് സ്വിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം പരിശീലിച്ചത്. അതിനുപരിയായി അദ്ദേഹം മാനസികമായിട്ട് തയ്യാറെടുത്തു. മാനസികമായിട്ടുള്ള പരിശീലനങ്ങളായിരുന്നു. അദ്ദേഹം മത്സരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ ഒപ്പിയെടുക്കാൻ ക്യാമറകളുണ്ട്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാണുന്നുണ്ട്. കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ചുറ്റുവട്ടത്ത് പലതും നടക്കുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ ചിന്ത മുഴുവനും നിങ്ങളുടെ കയ്യിലായിരിക്കണം, കയ്യിലിരിക്കുന്ന സ്റ്റിക്കിലായിരിക്കണം, ഗ്രൗണ്ടിലിരിക്കുന്ന ആ ചെറിയ വെള്ള നിറത്തിലെ ബോളിലായിരിക്കണം, അങ്ങ് അകലെയുള്ള ആ ഫ്ലാഗിലായിരിക്കണം. അതിന് ഡിസോസിയേഷൻ ചെയ്യണം. എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മ ചെയ്യണം. റിയാലിറ്റി എന്നല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇത് അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഹിപ്നോട്ടിസത്തിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സ്പോർട്സ് താരമാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ ഷോട്ട് എന്ന് പറയുന്നത് കവർ ഡ്രൈവാണ്. ടെക്സ്റ്റ് ബുക്ക് ഡ്രൈവ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ. ഒരു ടെക്സ്റ്റ് ബുക്ക് ഷോട്ടാണ്. ഈ കവർ ഡ്രൈവിൽ കളിക്കാൻ എങ്ങനെയാണ് വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നത്? വിരാട് കോഹ്ലി തന്നെ പറയുന്നത് അദ്ദേഹം മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ്. ഓരോ മത്സരത്തിനും മുമ്പുള്ള ദിവസം, ആ ദിവസം കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിരാളിയായിട്ടുള്ള ഓരോ ബോളേഴ്സിനെതിരെയും അദ്ദേഹം ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകൾ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ കളിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അടുത്ത ദിവസം കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറിവുണ്ട്. നല്ല രീതിയിൽ ഈ കളിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ള അറിവുണ്ട്. ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടെ വരും. വെളിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരും. ഒന്നും രണ്ടുമല്ല,
150 കോടി ജനങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനടുത്തുള്ള സംഖ്യ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം വിജയിപ്പിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ലോകത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി അത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട്. എന്നാൽ ആ സ്കില്ലുകളോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ പ്രാക്ടീസാണ്. 2011 ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി ക്രിക്കറ്റിൽ. ആ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ടീമിൽ അസിസ്റ്റൻസ് ഉണ്ട്, കോച്ചുമാരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഒരു മെൻ്റൽ കോച്ചും ഉണ്ടായിരുന്നു. പാഡി അപ്ടൺ, ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായിട്ടുള്ള മെൻ്റൽ കോച്ചാണ്. അദ്ദേഹം എങ്ങനെ ബാറ്റ് പിടിക്കണമെന്നല്ല പരിശീലിപ്പിക്കുന്നത്, എങ്ങനെ ബോൾ എറിയണമെന്നല്ല പരിശീലിക്കുന്നത്, എങ്ങനെ ഒരു ഷോട്ട് അടിക്കണമെന്നല്ല പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹം പരിശീലിപ്പിച്ചത് ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നാണ്. ബാക്കിയുള്ള സകല കാര്യത്തെക്കുറിച്ചും മറന്നു കളയുക. നിങ്ങളിപ്പോൾ ബാറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ബോളിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ നേരെ ഓടി വരുന്ന ആ ബോളറെക്കുറിച്ച് ചിന്തിക്കുക. ബോളറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ആ പന്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി നിങ്ങൾ വിജയിച്ചു. ബാക്കി പകുതി വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്കിൽ സെറ്റാണ്. മെൻ്റൽ ട്രെയിനിങ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ വിരാട് കോഹ്ലിയെ പോലെയോ അല്ലെങ്കിൽ ടൈഗർ വുഡിനെ പോലെയോ ഒരു വലിയ വ്യക്തിയാണെന്നല്ല. എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ പേഴ്സണലി ഈ മെൻ്റൽ ട്രെയിനിങ്ങുകൾ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു അവിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഞാൻ ഒരു കടുത്ത വിശ്വാസിയായിരുന്നു. ആ വിശ്വാസിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ദൈവികമായിട്ടുള്ള പല കഥകളുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ ചിലതൊന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു അവിശ്വാസിയായതിൻ്റെ പേരിൽ എല്ലാ മതങ്ങളെയും പൂർണ്ണമായിട്ടും ചീത്ത വിളിക്കാനോ ഒഴിവാക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല. എല്ലാത്തിലുമുള്ള നല്ല നല്ല കാര്യങ്ങൾ എടുക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഭഗവത്ഗീതയിലെ ഒരു വാചകം. ഒരു സംഭവമാണ്. അർജുനെ സംബന്ധിച്ചിടത്തോളം നല്ല ആങ്സൈറ്റി ഉണ്ട്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റി, യുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ആങ്സൈറ്റി. അപ്പോൾ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, നീ ഡിസോസിയേറ്റ് ചെയ്യാനാണ്, നീ സകല കാര്യങ്ങളും മറന്നുകളാ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. ആ ഒരു വൈഡ് ആംഗിൾ ഒഴിവാക്കി നീ സൂം ചെയ്ത് നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു അമ്പിനെക്കുറിച്ചും വില്ലിനെക്കുറിച്ചും ചിന്തിക്കുക. നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആ വില്ലിനെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുക. നിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ശരിക്കും കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് 2022 ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു ചാനലേ ഉള്ളൂ, രണ്ടാമത്തെ ചാനൽ ഞാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജോലിയാണ് കയ്യിലുള്ളത്. ഒന്ന്, PhDയുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യണം. ആസ്ട്രോഫിസിക്സിലാണ് ഞാൻ ഗവേഷണങ്ങൾ നടത്തുന്നത്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജി അത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് പഠിക്കണം, ആസ്ട്രോഫിസിക്സ് പേപ്പേഴ്സ് വായിക്കണം. അങ്ങനെ ഒരു 100-150 പേപ്പറെങ്കിലും വായിക്കണം. എങ്കിലും നമുക്കൊരു മികച്ച സ്കൈ ഇൻഡെക്സ്ഡ് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് വീഡിയോസ് ചെയ്യണം. എൻ്റെ വീഡിയോസ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് മറ്റൊരു തോന്നലൂടെ ഉണ്ടായി, ഒരു ശാസ്ത്ര ചാനൽ കൂടെ തുടങ്ങണമെന്ന്. ആ ശാസ്ത്ര ചാനലിലെ വീഡിയോസ് പലതും 1 മണിക്കൂറിനും അപ്പുറമാണ്. 1 മണിക്കൂറൊക്കെയുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് ദിവസങ്ങൾ ഉറക്കമുളയ്ക്കണം. അങ്ങനെ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ടീച്ചിങ് അസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ലാബിൽ അസിസ്റ്റ് ചെയ്യണം, ലാബിൽ പഠിപ്പിക്കണം. സിഗ്നൽ പ്രോസസ്സിംഗ് ലാബാണ് എടുത്തിരുന്നത്. അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളെ ഞാനൊരു വൈഡ് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആങ്സൈറ്റി മാത്രമായിരിക്കും അർജുനെ പോലെ. എന്നാൽ എൻ്റെ കയ്യിൽ നിലവിലുള്ള ആ ഒരു ജോലിയെക്കുറിച്ച്, ആ ഒരു അമ്പിനെക്കുറിച്ചും ആ ഒരു വില്ലിനെക്കുറിച്ചും മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എനിക്കത് വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ആ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ആ ജോലിയെക്കുറിച്ച്, നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ജോലിയെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊരു ശാസ്ത്ര പ്രബന്ധമായിരിക്കും. അത് വായിക്കുക, അതിലെ റിസർച്ച് പ്രോബ്ലം മനസ്സിലാക്കുക. നമ്മുടെ റിസർച്ച് പ്രോബ്ലവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ബന്ധമില്ലെങ്കിൽ അതെടുത്ത് ദൂരെ കളയുക, അടുത്ത പ്രബന്ധം എടുക്കുക. അല്ലെങ്കിൽ ആ പ്രബന്ധമെല്ലാം 2-3 പ്രബന്ധം വായിക്കുമ്പോഴത്തേക്കും അന്ന് വൈകുന്നേരമായെന്ന് കരുതുക. വൈകുന്നേരമാകുമ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വരുന്നു.
വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നീട് ചെയ്യാൻ പോകുന്ന യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, അതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും, അങ്ങനെ നോട്ടുകൾ കുറിച്ചിടും. ആ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ അപ്പോൾ കൂടുതൽ അറിവ് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നീട് അടുത്ത ദിവസം വീണ്ടും കോളേജിൽ പോകും. അവിടെ ചിലപ്പോൾ അന്ന് രാവിലെ ഒരു ലാബായിരിക്കും ഉണ്ടായിരിക്കുക. ലാബിൽ അപ്പോൾ കുട്ടികളെ ലാബ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അതായിരിക്കും എൻ്റെ ഡ്യൂട്ടി. ഉച്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ റിസർച്ചിലേക്ക് വീണ്ടും മടങ്ങി വരും. വൈകുന്നേരം എത്തുമ്പോഴേക്കും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഞാൻ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയപ്പോൾ 3 വർഷം കടന്നു പോയപ്പോൾ കൃത്യം 3 വർഷം കൊണ്ട് എനിക്ക് 12 ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി. എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ കോളേജിൽ വീണ്ടും അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. അതിനിടയിൽ എൻ്റെ രണ്ടാമത്തെ ഹിസ്റ്ററി ചാനൽ 1,28,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 1,28,000 ആയിരുന്നു. അത്രയും കഴിഞ്ഞു. 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന എൻ്റെ സയൻസ് ചാനലിൽ 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. അതിനിടയിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റി. മിക്ക വീഡിയോസും നല്ല ദൈർഘ്യമുള്ള ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് വീഡിയോസാണ്. അതിന് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും 3 വർഷം കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഓരോന്നായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള ഓരോ ഡ്യൂട്ടിയും മാത്രം തിരഞ്ഞു പിടിച്ച് ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്കും അത്തരത്തിൽ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കണം, ഡിസോസിയേറ്റ് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്കത് തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റിനെ നേരിട്ട് പോയി കാണണം. അവർ നിങ്ങളെ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് നിങ്ങളുടെ തലച്ചോറിൽ അല്ലെങ്കിൽ ആ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ഗിയറുകളിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തും. ബ്ലേഡ് ഉപയോഗിക്കാതുള്ള വളരെ സിമ്പിളായിട്ടുള്ള രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു മസ്തിഷ്ക ശസ്ത്രക്രിയ. അതിനുശേഷം നിങ്ങൾക്ക് പല അത്ഭുതങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കും. നിങ്ങളുടെ എന്തെങ്കിലും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയിക്കോട്ടെ. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ 10 പേരിൽ ഒരാളുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ഒരു സക്സസ് ആയിട്ട് ഞാൻ എടുക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.